ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു വംശഹത്യ. 62കാരനായ വ്യാപാരിയെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കൊലപ്പെടുത്തി. ഫെബ്രുവരി 12-ന് ബംഗ്ലാദേശിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ആക്രമണം. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്ന. ഐസൻ, എന്താണ് ഉണ്ടായത്? പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഒരു വ്യാപാരി, അതായത് ബംഗ്ലാദേശിലെ ഒരു പ്രശസ്തമായ ഒരു വാണിജ്യ സ്ഥാപനം നടത്തുന്ന സൂസൻ ചന്ദ്ര സർക്കാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. 62 വയസ്സായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗ്ലാദേശിലെ മെമൻ സിംഗ് എന്ന് പറയുന്ന ആ ജില്ലയിലാണ് ആക്രമണം ഉണ്ടായത്. കുത്തേറ്റ് മരിക്കുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഈ ആക്രമണം നടന്ന ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് വിവരങ്ങൾ പുറത്തു വരികയും മറ്റു നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 2 മാസത്തിനിടെ, അതായത് ഈ കഴിഞ്ഞ ഡിസംബർ മുതൽ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിനിടെ ഈ 2 മാസത്തിനിടെ കൊല്ലപ്പെടുന്ന 13ാമത്തെ ആളാണ് ഇപ്പോൾ കൊല്ലപ്പെടുന്നത്. അത്തരത്തിലുള്ള ഗൗരവതരമായൊരു സാഹചര്യം തന്നെ ഹിന്ദുക്കൾക്കെതിരായ ഒരു ആക്രമണം ബംഗ്ലാദേശിൽ തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ദിബു ചന്ദ്രദാസിൻ്റെയും അതുപോലെ തന്നെ എഡിറ്റർ കൂടിയായിരുന്ന ഭരൺ സിംഗിൻ്റെ എല്ലാം തന്നെ മറ്റൊരു എഡിറ്റർ കൂടിയായിരുന്ന ഒരു വ്യാപാരിയും അതുപോലെ തന്നെ എഡിറ്ററുമായ റാണ കാന്തി ബൈരാഗിയുടെ മരണം ഉൾപ്പെടെ ഈ അടുത്ത കാലത്താണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ദിബു ചന്ദ്രദാസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ചരിത്രമെല്ലാം നമ്മൾ അറിഞ്ഞതുമാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്നു. 13ാമത്തെ ആൾ വരെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ കാലങ്ങളായി തുടരുന്നുണ്ട്. ഏതാണ്ട് 150-ലേറെ ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ ഹിന്ദുക്കൾക്കെതിരെ നടന്നു ബംഗ്ലാദേശിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വന്ന കണക്കുകൾ, അതായത് ലാസ്റ്റ് 2 മാസത്തിനിടെ വന്ന കണക്കുകളുടെ ഇരട്ടിയാണ് ഒരു വർഷത്തിനിടെ ഉണ്ടായ സംഭവങ്ങൾ. അതിനേക്കാൾ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും വലിയ തോതിലുള്ള ഒരു ആക്രമണം ഹിന്ദുക്കൾക്കെതിരെ തുടരുന്ന ആ ഒരു പശ്ചാത്തലം സ്വാഭാവികമായും 12-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ചില ഗൂഢലക്ഷ്യങ്ങളോടെയുള്ളതാണ് ഇന്ന് നടന്ന കൊലപാതകമെന്ന ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒരു സാമൂഹ്യ അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ ഹാർമണിയെ ഗുരുതരമായി തകർക്കാനുള്ളൊരു നീക്കം സംഘടിതമായി തന്നെ ബംഗ്ലാദേശിൽ ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് വേണം ഈ അവസാനത്തെ മരണം കൂടി സ്ഥിരീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൃഷ്ണരാജ്.